ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തേങ്ങാക്കൊത്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കാവേ. കറി വയ്ക്കാൻ ആവശ്യമായിട്ട് അധികം മൂത്ത് പോവാത്ത ഒരു തേങ്ങ വേണം കേട്ടോ. അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കൊത്തിയെടുക്കണം. പിന്നീട് മീൻ കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും വേണം. കറിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും എടുക്കാം. 3 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. ഈ ഒരു 7 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാവും. കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ 7 വിസിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇടാം. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇടാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. മസാല നല്ലവണ്ണം മൂത്ത് വന്നു കഴിയുമ്പം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കാം. പുളി ചേർത്ത് കുക്കറിൽ വേവിച്ചതുകൊണ്ട് തേങ്ങാക്കൊത്തിൽ നല്ലവണ്ണം പുളി പിടിക്കും കേട്ടോ. തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിൾ മീനില്ലാത്ത മീൻകറി. മീൻ കൂട്ടാത്ത ആൾക്കാർക്ക് മീൻകറിയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയട്ടെ. ഈ കറിയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്.